ഈ മണ്ഡല പുനർനിർണയം കഴിഞ്ഞപ്പോൾ അത് കോൺഗ്രസിന് എഡ്ജ് കിട്ടുന്ന രീതിയിലാണ് ആ പുനർനിർണയം വന്നിരിക്കുന്നത്. ഈ പിരായി എന്ന് പറയുന്ന പഞ്ചായത്തിൽ 19% വോട്ട് ഷെയർ UDF അനുകൂലമായിട്ട് വർദ്ധിക്കുകയുണ്ടായി. അതായത് പിരായിരിയിലെ മൊത്തം പോൾ ചെയ്ത വോട്ടിൻ്റെ 68% കോൺഗ്രസിന് അനുകൂലമായിട്ടാണ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഈ നഗരത്തിലെ വോട്ടുകൾ BJPയുടെ ഭാവി തീരുമാനിക്കും. കാരണം ഇപ്പോൾ തുടർച്ചയായി 3ാമത്തെ വർഷമാണ് അവർ മുനിസിപ്പാലിറ്റി അവിടെ ഭരിക്കുന്നത്. കൃത്യമായിട്ടുള്ളൊരു ബേസ് ലെവൽ സ്ട്രെങ്ത് അവർക്ക് അവിടെ ഉണ്ടാകാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ NMR റസാഖ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ഒരു വീക്ക് കാൻഡിഡേറ്റ് ആണെന്നുള്ള രീതിയിലാണ് അവതരിപ്പിക്കപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ അത് ആ വോട്ടുകൾ മുഴുവൻ ശോഭാ സുരേന്ദ്രന് അനുകൂലമായിട്ട് മറിച്ചു കൊടുക്കുക. എപ്പോഴും 3ാം സ്ഥാനത്ത് നിൽക്കുന്ന CPM ഒരു തന്ത്രം പ്രയോഗിക്കുകയാണ്. അത് ആർക്കാണത് അനുകൂലമാവുന്നതെന്നുള്ളൊരു പ്രശ്നം അവശേഷിക്കുന്നുണ്ട്. നമസ്കാരം. പാലക്കാട് മണ്ഡലമാണ് ഇപ്പോൾ ഹോട്ട് ടോപ്പിക്. അതെ. അത്രയും പ്രധാനപ്പെട്ട ഒരു മണ്ഡലത്തിൽ രമേശ് പിഷാരടിയെ പോലൊരു സിനിമാ താരത്തെ നിർത്തുന്നതിലെ ഔചിത്യമില്ലായ്മയൊക്കെ ട്രോളൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ പോകുന്നുണ്ട്. പക്ഷെ ഇതൊന്നും അല്ല ഇതിന്റെ യാഥാർത്ഥ്യം എന്നുള്ളതാണ് മറ്റൊരു വശം. ഇപ്പോഴും കോൺഗ്രസിന് കൃത്യമായ ഒരു എഡ്ജുള്ള ഒരു മണ്ഡലമാണ് പാലക്കാട്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടർച്ചയായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു CPM BJP ഡീൽ. NRM റസാഖിനെ പോലൊരു സ്ഥാനാർത്ഥിയെ നിർത്തി BJPയെ ജയിപ്പിക്കാൻ CPM ശ്രമിക്കുന്നു എന്നാണ് ആ ആരോപണം. നമുക്കറിയാം ശോഭാ സുരേന്ദ്രൻ എത്രമാത്രം കരുത്തുറ്റ ഒരു സ്ഥാനാർത്ഥിയാണെന്ന്. ഇപ്പം ഇങ്ങനൊരു വാദം ഒരു സൈഡിൽ നിർത്ത്. ഇൻ കേസ് ശോഭാ സുരേന്ദ്രൻ അവിടെ ജയിക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു ആരോപണം കാരണം പ്രതിരോധത്തിലാവാൻ പോകുന്നത് സത്യത്തിൽ CPM ആണ്. ഇപ്പോഴും പാലക്കാടിൻ്റെ യഥാർത്ഥമായ രാഷ്ട്രീയം എന്താണ് അവിടുത്തെ ഒരു വോട്ടിംഗ് പാറ്റേൺ? ഈ പാലക്കാട് മണ്ഡലം തോമസേ ഇത്തവണയും എപ്പോഴും അതൊരു ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ളൊരു മണ്ഡലമാണ്. ഇപ്പോൾ 2021 തെരഞ്ഞെടുപ്പിന് ശേഷം 2024 അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു. അപ്പോൾ ഇതെല്ലാം ആ സമയങ്ങളിലെല്ലാം വല്ലാതെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളൊരു മണ്ഡലമാണ് പാലക്കാട്. അത് ഈ തെരഞ്ഞെടുപ്പിലും കേരളത്തിലെ വളരെ ശ്രദ്ധേയമായൊരു മണ്ഡലമായിട്ട് പാലക്കാട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ ചിത്രം ഒന്ന് മാറുകയാണ്. തോമസ് സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസ്സിന് ക്ലിയർ ആയിട്ടുള്ളൊരു എഡ്ജുള്ളൊരു സ്ഥലം തന്നെയാണ് ഈ പാലക്കാട് എന്ന് പറയുന്നത്. അതേസമയത്ത് BJPക്ക് ജയസാധ്യതയും കൽപ്പിക്കപ്പെടുന്നൊരു ഇതാണ്. ഇപ്പോൾ നമ്മൾ നോക്കുക 2021 തെരഞ്ഞെടുപ്പിലെ കണക്ക് പരിശോധിക്കുമ്പോൾ ഷാഫി പറമ്പിൽ 54,079 വോട്ടാണ് അവിടെ നേടുന്നത്. അന്നത്തെ മെട്രോമാൻ ശ്രീധരൻ നേടുന്നത് 50,220 വോട്ടാണ്. വെറും 3,859 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഉള്ളത്. അത് തന്നെയല്ല, അത് അന്നത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം, ആ കൗണ്ടിങ് ദിവസത്തെ ചിത്രം ഒന്ന് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഈ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ അവസാന റൗണ്ടിലാണ് ഷാഫി മുന്നിലേക്ക് എത്തുന്നതും ഈ 3,859 വോട്ടിൻ്റെ ലീഡ് നേടി വിജയിക്കുന്നതും. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും പാലക്കാടിനെ സഹായിച്ച് പാലക്കാടിൻ്റെ മണ്ഡല പുനർനിർണയം കഴിഞ്ഞതിന് ശേഷമാണ് പാലക്കാട് CPMൽ നിന്ന് വിട്ടുപോകുന്നൊരു സ്ഥിതി ഉണ്ടാകുന്നത്. ഈ മണ്ഡല പുനർനിർണയം കഴിഞ്ഞപ്പോൾ അത് കോൺഗ്രസിന് എഡ്ജ് കിട്ടുന്ന രീതിയിലാണ് ആ പുനർനിർണയം വന്നിരിക്കുന്നത്. വാസ്തവത്തിൽ ഈ പിരായിരി എന്ന് പറയുന്ന പഞ്ചായത്തിൽ മുസ്ലിം വോട്ടർമാർ വളരെ കൂടുതലുള്ളൊരു ഏരിയയാണ്. അവിടെ നിന്നാണ് ഈ നേരത്തെ പറഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ ശ്രീധരൻ മുന്നിട്ട് നിന്നിട്ട് അവസാന റൗണ്ടിലേക്ക് വരുമ്പോൾ ഷാഫി പറമ്പിൽ വിജയിച്ച് കയറുന്നത്. അപ്പോൾ ഈ പാറ്റേൺ തന്നെ നമ്മൾ ഈ 2024 ഉപതെരഞ്ഞെടുപ്പിലും കാണുന്നുണ്ട്. 2024 ഉപതെരഞ്ഞെടുപ്പ് നമ്മൾ എടുക്കുമ്പോൾ ഏറ്റവും വലിയ ഭൂരിപക്ഷം അന്ന് കോൺഗ്രസിന് ലഭിക്കുന്നതോടെ 18,724 വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടുകയുണ്ടായി. അത് ഈ 2016 ഷാഫി നേടിയ ഭൂരിപക്ഷമായിരുന്നു ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം, 17,483. ഉപതെരഞ്ഞെടുപ്പിൽ അതിനെയും മറികടന്നൊരു ലീഡ് ഉണ്ടായി. അപ്പോൾ അവിടെ നമ്മൾ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ ഈ UDFൻ്റെ വോട്ടിംഗ് പാറ്റേണിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു പേഴ്സൻറ്റേജ് വൈസ് ഒരു ഇൻക്രീസ്, നമുക്ക് നോട്ടീസബിൾ ഇൻക്രീസ് കാണാം. അത് മൊത്തം മണ്ഡലം നമ്മൾ പരിശോധിക്കുമ്പോൾ എങ്ങനെയാണ് 6.21% വോട്ട് ഷെയർ ഉയരുകയാണ്. അത് 44.27% വോട്ട് ഷെയർ കോൺഗ്രസ്സിനവിടെ ഉണ്ടായി. ആ ശരാശരി നടന്നത് 6.21% ഉയർച്ചയാണെങ്കിൽ
ഈ പിരായി എന്ന് പറയുന്ന പഞ്ചായത്തിൽ 19% വോട്ട് ഷെയർ UDF അനുകൂലമായിട്ട് വർദ്ധിക്കുകയുണ്ടായി. അതായത് പിരായിരിയിലെ മൊത്തം പോൾ ചെയ്ത വോട്ടിൻ്റെ 68% കോൺഗ്രസിന് അനുകൂലമായിട്ടാണ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ പഞ്ചായത്ത് ഒരു പ്രത്യേക രീതിയിലുള്ളൊരു സവിശേഷമായൊരു കാര്യമാണ്. കോൺഗ്രസിന് ക്ലിയർ എഡ്ജ് കൊടുക്കുന്നതും ഈ പഞ്ചായത്താണ് എന്നുള്ളതാണ് വസ്തുത. പിന്നെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ നഗര കേന്ദ്രീകൃതമായ വോട്ടുകളാണ് BJPയുടെ കരുത്ത്. കാരണം അവരവിടെ തുടർച്ചയായിട്ട് മുനിസിപ്പാലിറ്റി ഭരിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നഗരത്തിന് പുറത്തെ പഞ്ചായത്തുകളിൽ ഇപ്പോഴും അവർക്ക് അത്രയങ്ങ് ഒരു സ്വാധീനം ഉണ്ടാക്കാൻ പറ്റിയില്ല. UDFനും CPMനും കുറച്ച് വോട്ട് നഗരത്തിന് പുറത്തുണ്ട്. പക്ഷേ ഈ നഗരത്തിലെ വോട്ടുകൾ BJPയുടെ ഭാവി തീരുമാനിക്കും. കാരണം ഇപ്പോൾ തുടർച്ചയായി 3ാമത്തെ വർഷമാണ് അവർ മുനിസിപ്പാലിറ്റി അവിടെ ഭരിക്കുന്നത്. കൃത്യമായിട്ടുള്ളൊരു ബേസ് ലെവൽ സ്ട്രെങ്ത് അവർക്ക് അവിടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് 2016 ഈ ഒരു ട്രെൻഡ് CPMനെ മാറ്റി മത്സരം BJPയും കോൺഗ്രസും തമ്മിലാക്കിയത്. ഇപ്പോൾ അതേ സ്ഥാനാർത്ഥി തന്നെയാണ് വീണ്ടും BJPക്ക് വേണ്ടി മത്സരിക്കാൻ വരുന്നത്. അപ്പം എന്തായാലും കൃത്യമായിട്ടുള്ളൊരു പോരാട്ടം അവിടെ ഉണ്ടാവും. അത് ഈ ഡീൽ വിവാദം ഉയരുന്നത് ഏത് പശ്ചാത്തലത്തിലാണെന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇത്തവണ ഒരു പ്രത്യേക പരീക്ഷണമാണ് CPM നടത്തിയിരിക്കുന്നത്. അതായത് നേരത്തെ ഉണ്ടായിരുന്നപ്പോൾ P സരിനായാലും അതുപോലെ അതിനു മുമ്പ് CP പ്രമോദ് ആയിരുന്നു 2021 സ്ഥാനാർത്ഥി. ഇതിലെല്ലാം മാറ്റി മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെ NMR റസാഖ് എന്ന് പറയുന്നൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി CPM അവിടെ ഫീൽഡ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡീൽ വിവാദം എന്ന് പറയുന്നത്. അപ്പോൾ ഈ NMR റസാഖ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ഒരു വീക്ക് കാൻഡിഡേറ്റ് ആണെന്നുള്ള രീതിയിലാണ് അവതരിപ്പിക്കപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ ആ വോട്ടുകൾ മുഴുവൻ ശോഭാ സുരേന്ദ്രന് അനുകൂലമായിട്ട് മറിച്ചു കൊടുക്കുക, എന്നിട്ട് ശോഭാ സുരേന്ദ്രനെ ജയിപ്പിക്കുന്ന ഒരു ഡീല് BJP CPMും തമ്മിലുണ്ടായി എന്നുള്ളൊരു വാദമാണ് ഉന്നയിക്കുന്നത്. വാസ്തവത്തിൽ ആലോചിച്ച് നോക്കിയ തോമസ് എത്ര നിരർത്ഥകമായൊരു വാദമാണ്. കാരണം എന്ന് വെച്ചാൽ ഈ NMR റസാഖ് എന്ന് പറയുന്ന ആൾ പ്രാദേശികമായി സ്വാധീനമുള്ള ആളും ഒരു വ്യവസായിയും അതുപോലെ തന്നെ അവിടെ വോട്ട് പിടിക്കാൻ കഴിവുറ്റൊരു സ്ഥാനാർത്ഥിയായിട്ടാണ് പൊതുവെ നമ്മൾ പുറത്തത്ര അറിയില്ലെങ്കിലും പ്രാദേശികമായ അത്തരത്തിലുള്ളൊരു അംഗീകാരം ഉള്ള ഒരാളാണ്. പലരും അദ്ദേഹത്തെ വ്യവസായ മേഖലയിൽ നിന്നൊക്കെ ഹോട്ടൽ റെസ്റ്റോറൻറ്റ് മേഖലയിലൊക്കെ അദ്ദേഹത്തിന് പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ പിരായിരി പഞ്ചായത്തിൽ സ്വാഭാവികമായും ഈ 68% വോട്ട് ഷെയർ ഉണ്ടായിരുന്നത് ചെറിയ തോതിലെങ്കിലും കുറയാം അല്ലേ? അതൊരു 5% അല്ലെങ്കിൽ 10% വോട്ട് ഷെയർ ഈ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തവണ നമ്മുടെ ഒരു ആളാണ് CPM നിർത്തിയിരിക്കുന്നത്, അദ്ദേഹത്തിന് വോട്ടിരിക്കട്ടെ, സ്പ്ലിറ്റ് ആവാനുള്ളൊരു സാധ്യത. കുറയാൻ പോകുന്നത് UDFന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ട് എന്നുള്ളതാണ് അവരുടെ ആരോപണം. UDFന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകളിൽ കുറവുണ്ട്. അതൊരു തന്ത്രമാണ്. അതൊരു പക്ഷേ എപ്പോഴും 3ാം സ്ഥാനത്ത് നിൽക്കുന്ന CPM ഒരു തന്ത്രം പ്രയോഗിക്കുകയാണ്. അത് ആർക്കാണത് അനുകൂലമാവുന്നതെന്നുള്ളൊരു പ്രശ്നം അവശേഷിക്കുന്നുണ്ട്. ഇങ്ങനൊരു ഡീൽ അവിടെ ഇല്ലെങ്കിൽ തന്നെ CPMന് സ്ഥാനാർത്ഥി നിർണയത്തിൽ ചെറിയൊരു ടാക്ടിക്കൽ എറർ പറ്റിയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അല്ല, ടാക്ടിക്കൽ എററല്ല, അവരെ ഒരു ടാക്ടിക്കലി ഒരു എഡ്ജ് ഉണ്ടാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ കോൺഗ്രസിൻ്റെ വോട്ട് കേന്ദ്രങ്ങളിലെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യിക്കാൻ പറ്റും, അതാണ് നോട്ടം. അങ്ങനെ വരുമ്പോൾ 5 to 10% വോട്ട് ഷെയർ കുറയുവാണെങ്കിൽ കോൺഗ്രസ് അവിടെ പിന്നോട്ട് പോകുന്ന സ്ഥിതിയിലേക്ക് വരും. അതുകൊണ്ട് ആർക്കാണ് അവിടെ ഗുണമുണ്ടാകുക? അതാണ് പ്രശ്നം. അതാണ് ഈ ഡീലിനെ കുറിച്ച് പറയുന്നത്. പക്ഷേ അവിടെ വേറൊരു വലിയ പ്രശ്നം അവിടെ ഉണ്ട്. അതായത് നമ്മളിപ്പോൾ എടുക്കുക ഇത് ശ്രീധരൻ പിടിക്കുന്ന വോട്ട് 50,220 വോട്ടാണ് എന്ന് നമ്മൾ ആലോചിക്കണം. അതേസമയത്ത് അത്രയും വോട്ട് ഈ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ ഇല്ല. അതൊരു വ്യക്തിപ്രഭാവം എന്ന് പറയാം. അത് തന്നെയാണ് പ്രശ്നമാവാൻ പോകുന്നത്. അതാണ് ഈ BJPക്കും ശോഭാ സുരേന്ദ്രനും ഉണ്ടാകുന്നൊരു പ്രശ്നം. തോമസ് ചൂണ്ടിക്കാണിച്ചതുപോലെ പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് പാലക്കാടിന് മുനിസിപ്പാലിറ്റിയിലും ഉള്ള എഡ്ജാണ് ഈ പറയുന്നത്. ആ എഡ്ജ് അപ്പർ ഹിന്ദു ക്ലാസിൻ്റെ വോട്ടുകൾ ആകർഷിക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിയുമോ എന്നുള്ളൊരു പ്രശ്നം അവശേഷിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? പാലക്കാട് മുനിസിപ്പാലിറ്റിക്കകത്ത് അപ്പർ ക്ലാസ് ഹിന്ദുക്കളുടെ ഒരു ഉയർന്ന ജാതിക്കാരുടെ ഒരു അഗ്രഹാരങ്ങളൊക്കെ ആയിട്ട് അവിടെ നിന്ന് എത്രത്തോളം വോട്ട് ശോഭാ സുരേന്ദ്രന് അനുകൂലമായി വരും എന്നുള്ളത്. മറ്റൊരു ഫാക്ടറും കൂടി ഉണ്ട്. അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒരു ഗ്രൂപ്പിസവും പാർട്ടി സംഘടനയ്ക്കകത്ത് തമ്മിൽ നടക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണ് ഈ പാലക്കാട് നിയോജകമണ്ഡലം എന്ന് നമ്മൾ ഓർക്കണം. C കൃഷ്ണകുമാറിൻ്റെ സംഭവം അതിലൊക്കെ ഉണ്ടായ ഓരോ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അടപടലം പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്ന, പിന്നെ മുനിസിപ്പൽ ചെയർപേഴ്സണായിരുന്ന ആൾ എതിരാവുന്നു,
ഒരു വളരെ ദീർഘകാലമായി പ്രവർത്തിച്ചിരുന്ന മറ്റൊരു നേതാവ് ഒരു പ്രശ്നം, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ എത്രത്തോളം BJPയുടെ വോട്ടുകൾ BJP സ്ഥാനാർത്ഥിക്ക് തന്നെ കിട്ടും എന്നുള്ളതും ഒരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ടാക്റ്റിക്കൽ ഒരു എഡ്ജ് ഈ NMR റസാഖ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വരുന്നു എന്ന് പറയുന്നത്. അത് ഉപയോഗപ്പെടുത്തുന്നു. എപ്പോഴും 3ാം സ്ഥാനത്തേക്ക് പോയിരുന്നൊരു കാൻഡിഡേറ്റ് ഒരുപക്ഷെ 2ാം സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലേക്ക് വരുന്നൊരവസരം ഉണ്ടാക്കിയാൽ അത് അവർക്കൊരു നേട്ടമായി തന്നെ കാണിക്കാൻ കഴിയും. തോമസ് ചോദിച്ച ചോദ്യം നിർണായകമാണ്. ഇതുകൊണ്ട് ആർക്ക് നേട്ടം ഉണ്ടാവുന്നു? സതീശന്റെ ഈ ഒരു ആരോപണം കാരണം ഒരുപക്ഷെ അതൊരു മുൻകൂർ ജാമ്യം പോലെ ആവലോ, ഒരു മുൻകൂർ ജാമ്യം പോലെ ആണ് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ തെറ്റു പറയാൻ പറ്റില്ല. മാത്രവുമല്ല, പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അവിടെ ഉപയോഗിക്കുന്ന ഒരു തന്ത്രം വേറെയാണ്. അതെന്താണെന്ന് വെച്ചാൽ, ഒരു BJP സ്ഥാനാർത്ഥിനെ ജയിപ്പിക്കാൻ പോകുന്നു CPM, ഒരു മോശം സ്ഥാനാർത്ഥിനെ ഇട്ട് BJPക്ക് അനുകൂലമായ ഒരു എഡ്ജ് ഉണ്ടാക്കി കൊടുക്കുന്നു, ഒരു ഡീലുണ്ടായിരിക്കുന്നു എന്നുള്ളൊരു സംസാരം പടർത്തുന്നത് മുസ്ലിം വോട്ടുകളുടെ റീകൺസോളിഡേഷന് സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ BJP സ്ഥാനാർത്ഥി ജയിച്ചു പോകരുത്. ജയിക്കാൻ പോകുന്നു പുലി വരുന്നേ എന്നുള്ള ഇതിൽ BJP ജയിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ പിരായൂർ ഉൾപ്പെടെയുള്ള പഞ്ചായത്തിൽ ന്യൂനപക്ഷ വോട്ടുകളുടെ കൺസോളിഡേഷൻ അനുകൂലമായി കിട്ടും. അതാണ് VD സതീശൻ ഉപയോഗിക്കുന്ന ഒരു തന്ത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൗതുകകരമായ റിസൾട്ട്, ഏറ്റവും ഒരു വല്ലാത്തൊരു രീതിയിലുള്ളൊരു റിസൾട്ട് ആയിരിക്കും. എന്തായാലും ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്ന ചിത്രം, ഈ മണ്ഡലം ഡീലിമിറ്റേഷന് ശേഷം കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള സാഹചര്യം എപ്പോഴും ഉണ്ട്. അത് ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ നേരത്തെ ഉണ്ടായിരുന്ന നമ്മൾ ഈ വലിയ ഭൂരിപക്ഷം, അതായത് 18,724 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഈ ബൈ ഇലക്ഷനിലുണ്ട്. മറ്റൊരു തവണ 2016 17,483 വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട്. അതേസമയത്ത് 2021 ശ്രീധരൻ നിൽക്കുമ്പോൾ അത് 3,859 കുറയുകയും ചെയ്തിട്ടുണ്ട്. ഇത്തവണ എന്തായാലും അതുപോലെ ഒരു ടൈറ്റ് ഫൈറ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒരു എഡ്ജ് കോൺഗ്രസിനുണ്ട്. കാരണം ഒരു ശക്തമായ ഫൈറ്റിൽ പോലും അവർക്ക് 3,859 വോട്ട് എൻ്റെ ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മൈനർ ഒരു ഭൂരിപക്ഷത്തിൻ്റെ ഭാഗത്തായാലും കോൺഗ്രസിന് ഒരു എഡ്ജ് അവിടെ കാണുന്നുണ്ടെന്ന് നമുക്ക് തന്നെ വിലയിരുത്തേണ്ടി വരും. അപ്പോൾ അതിനെ എങ്ങനെ മുതലെടുക്കാൻ പറ്റും, എങ്ങനെയാണ് അതിനകത്തൊരു സ്പ്ലിറ്റ് ഉണ്ടാക്കുക, എങ്ങനെയാണ് അതിനൊരു ഇത് ചെയ്യുക എന്നുള്ളൊരു ടാക്റ്റിക്കലായിട്ടുള്ള സമീപനം തന്നെയാണ് ഈ പറഞ്ഞ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്. അവിടെ ഒരു ഡീലുണ്ടെന്നോ അങ്ങനെയൊക്കെ പറയുന്നത് വെറും ഒരു രാഷ്ട്രീയപരമായ ഒരു ആക്ഷേപം എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഏതായാലും LDF എടുക്കുന്നതും ഒരു ടാക്റ്റിക്കലായിട്ടുള്ളൊരു സമീപനമാണ്. VD സതീശൻ എടുക്കുന്നതും മറ്റൊരു ടാക്ടിക്സാണ്. കൃത്യമായ ഒരു പൊളിറ്റിക്കൽ ടാക്ടിക്സ് സതീശൻ ഉപയോഗിക്കുന്നു. തങ്ങൾക്ക് അനുകൂലമായി കിട്ടുന്ന ഒരു ന്യൂനപക്ഷ വോട്ട് പോലും പോകാതിരിക്കണം. അതുകൊണ്ട് അപകടമാണ്. BJP പാലക്കാട് പിടിക്കാൻ പോകുന്നു, പാലക്കാട് ജയിക്കാൻ പോകുന്നു, അതിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഈ പാലക്കാട് നിയോജക മണ്ഡലം ഈ തെരഞ്ഞെടുപ്പിൽ 2026 അസംബ്ലി തെരഞ്ഞെടുപ്പിലെ ഏറ്റവും കൗതുകകരവും ഏറ്റവും ശ്രദ്ധേയവും ഏറ്റവും വളരെ നിർണായകവുമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. അതിൻ്റെ റിസൾട്ട് വളരെ പ്രധാനപ്പെട്ടതും കേരളത്തിൽ തന്നെ ഇപ്പം നമ്മൾ BJP ജയിക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം വളരെ മിനിമം സീറ്റുകളാണ് ജയിക്കാൻ സാധ്യതയുള്ളൂ എന്ന് നമുക്കറിയാം. 1, 2 എന്നൊക്കെ ഉള്ള നമ്മൾ എണ്ണാം. അതിലൊന്നായിട്ട് പാലക്കാട് മാറുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഇഷ്യൂ ആണ്. പക്ഷേ ശോഭാ സുരേന്ദ്രന് പ്രതികൂലമായ ഒട്ടേറെ ഘടകങ്ങൾ വേറെയും കിടക്കും. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ എത്രത്തോളം ഹിന്ദുക്കളുടെ ഉയർന്ന വിഭാഗത്തിൻ്റെ വോട്ടിനെ സ്വാധീനിക്കാൻ കഴിയും, അങ്ങനെ ഒരു വ്യത്യാസം എന്തായാലും ഉണ്ട്. അത് നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ അത്തരത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ കൗതുകകരമായൊരു വോട്ടിംഗ് പാറ്റേണാണ്. അത് നമുക്ക് മെയ് 4 റിസൾട്ട് വരുമ്പോൾ ഏറ്റവും രസകരവും കൗതുകകരവും ശ്രദ്ധേയവുമായിട്ടുള്ളൊരു റിസൾട്ടായിരിക്കും പാലക്കാട്ടിൻ്റേതെന്ന് നമുക്ക് വിശ്വസിക്കാം. ഡീലും എന്നൊക്കെ പറയുന്നത് ആരോപണം മാത്രമായിട്ട് നമുക്ക് കരുതാവുന്നതാണ് എന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം.